മാഡം, തീരദേശ പ്രദേശങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന രീതിയിൽ മന്ത്രിസഭയിൽ ഒരു അംഗത്തെ നിയമിക്കാൻ വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മാഡം അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അതായത് അതിനെപ്പറ്റി ശരിക്കു പറഞ്ഞാൽ വളരെ തീക്ഷ്ണമായിട്ട് നമ്മൾ ചിന്തിക്കുകയും പിന്നെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ഫിഷർ ഫോക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലത്തീൻ കത്തോലിക്ക സഭ ഒരു വിഭാഗമായ ഫിഷർ ഫോക്കിലെ ഒരു വിഭാഗമായ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു തലപ്പത്തിരിക്കുന്ന മാന്യദേഹം തന്നെ അവർക്ക് വേണ്ടി, അതായത് ഫിഷർ ഫോക്കിന് വേണ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാണ്ട് ലത്തീൻകാർക്ക് വേണ്ടി എന്നല്ല. ഫിഷർ ഫോക്കിന് വേണ്ടി ഒന്നും ബജറ്റിൽ വന്നിട്ടില്ല, അവരെ അവഗണിക്കുകയാണ്, തീർത്തും അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്ന ഇത് ഞാൻ കേട്ടു. അപ്പം അത് പറയുമ്പോഴാണ് നമ്മൾ ഓർക്കണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിൻ്റെ MP ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞ് ശശി തരൂരിൻ്റെ വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ ഈ വിഴിഞ്ഞം ആ ഭാഗത്ത് അടിമലത്തുറ, വിഴിഞ്ഞം, മുതലപ്പുഴി ആ മേഖലയിലുള്ള ആ ഫിഷർ ഫോക്കിൻ്റെ മേഖലയിലുള്ള പിന്നെ വോട്ട് എണ്ണിയപ്പോഴാണ് ശശി തരൂര് വിജയശ്രീലാളിതനായി വരുന്നത് നമ്മൾ കണ്ടത്. അത് മറക്കാൻ പാടില്ല കോൺഗ്രസിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയുടെ, ആ മേഖലയുടെ എന്ന് പറയുമ്പോൾ അവരുടെ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ അവർക്ക് വികസനം ഇല്ലേ എന്നൊരു ചോദ്യം വരുന്നു. ഈ വിഴിഞ്ഞം തുറമുഖം വന്നു, 1-ാം ഘട്ടം പൂർത്തിയാക്കി, അവിടെ വരുമാനം തുടങ്ങി സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും മറ്റു പല പിന്നെ അദാനിക്കും ഒക്കെ നല്ല ലാഭകരമായ രീതിയിൽ പോകാൻ പറ്റുന്നു. പക്ഷേ ഇപ്പോഴും അപ്രോച്ച് റോഡോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പറഞ്ഞിരുന്ന തരത്തിലുള്ള ഒരു സിറ്റി ഫോർമേഷനോ ഒന്നും നടന്നിട്ടില്ല. അപ്പം അതൊക്കെ ആരെയാണ് ബാധിച്ചിരിക്കുന്നത്? അതായത് തീരം കടലെടുത്തു പോയി, അവിടെ പുലിമുട്ട് നിർമ്മിച്ചു കുറച്ചിടത്തൊക്കെ, പക്ഷേ കുറച്ചിടത്തൊന്നും പുലിമുട്ടും നിർമ്മിച്ചിട്ടില്ല. വലിയ നിസ്സഹായതയിലാണ് അവിടെ നിന്ന് നിഷ്കാസിതരായവർ, ഈ തുറമുഖം മുഖാന്തരം നിഷ്കാസിതരായവരെ എല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്തു എന്നാണ് LDF ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. പക്ഷേ മുതലപ്പുഴി മുതൽ അടിമലത്തുറ വരെ ഞാൻ മാത്രമല്ല നടന്നത്, എന്നോടൊപ്പം രണ്ട് പോർട്ട് എക്സ്പേർട്സ്, അതായത് തുറമുഖ വിദഗ്ധര്, വേറെ 1-2 സാമ്പത്തിക വിദഗ്ധര്, സാമൂഹ്യ വിദഗ്ധര് ഒക്കെ ഞങ്ങൾ 4-5 പേര് ചേർന്നിട്ടാണ് മുതലപ്പുഴി മുതൽ അടിമലത്തുറ വരെ കാൽനടയായിട്ട് യാത്ര ചെയ്തത്. അത് ചെയ്തത് 2-3 വർഷം മുൻപാണ്. ഇപ്പോഴും സത്യത്തിൽ അതേപ്പറ്റി കൃത്യമായിട്ട് ചിന്തിക്കുകയാണ്, ഓർമ്മയിലേക്ക് വരികയാണെങ്കിൽ കണ്ണ് നിറയും. കാരണം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കഷ്ടപ്പെട്ട് പണിയാൻ പറ്റുന്ന വീട്, നന്നായി പണിത വീട് നശിച്ച് കടലെടുത്ത് പോകുന്നതാ. വിഴിഞ്ഞം പദ്ധതി വന്നതോടുകൂടി കടലെടുത്ത് പോയി, വീടുകളൊക്കെ പോയി. അങ്ങനെ എങ്ങനെ അവിടെ അവർക്ക് തൊഴിലില്ല. കാരണം കടപ്പുറം പോയത് കാരണം പിന്നെ വള്ളം ഇറക്കി ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കൊന്നിനും പരിഹാരം കണ്ടിട്ടില്ല. 1-ാം ഘട്ടം പൂർത്തിയായി, 2-ാം ഘട്ടം പൂർത്തിയാകും ഉടനെ എന്നൊക്കെ പറയുന്നു. പക്ഷേ 2019 പൂർത്തിയാകുമെന്ന് പറഞ്ഞിരുന്ന 1-ാം ഘട്ടം പൂർത്തിയായത് തന്നെ 2025-ലാണ്. അപ്പോഴും അപ്രോച്ച് റോഡ് വന്നിട്ടില്ല. പിന്നെ ഫിഷർ ഫോക്കിൻ്റെ റീഹാബിലിറ്റേഷൻ ഒന്നും നടന്നിട്ടില്ല. അവർക്ക് കിട്ടേണ്ട, ഞങ്ങളൊക്കെ ചേർത്ത് എഴുതി കൊടുത്ത ഒരു പിന്നെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഫിഷറീസ് വകുപ്പിന് എഴുതി കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന നിഷ്കാസിതരായ ഓരോരുത്തർക്കും ഓരോ കോടി രൂപയുടെ ധനസഹായം വീതം ഓരോരുത്തർക്കും, അതായത് ഗർഭസ്ഥ ശിശുവിന് പോലും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് കടപ്പുറം വിട്ട് മാറിപ്പോയാൽ ഒരു തൊഴിലില്ല. ഇനി ഒരു തൊഴിൽ അവിടെ ഒരു മെട്രോ സിറ്റി വന്നാൽ ആ സിറ്റിയിൽ പുതിയ തൊഴിലുകൾ ഉണ്ടാകാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്രോച്ച് റോഡ് പോലും വരാത്തത് കൊണ്ട് മെട്രോ സിറ്റി ഇപ്പോൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്നവന് 60+ ആകുമ്പോഴായിരിക്കും അവിടെ മെട്രോ സിറ്റി കേരളത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് പൂർത്തിയാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും വികസനം അവിടെ വന്നിട്ടില്ല. വികസനം വന്നു എന്ന് പറയുന്നത് കപ്പലുകൾ വരുന്നു, ഏറ്റവും കൂടുതൽ വലിയ മദർഷിപ്പുകൾ വരുന്നു. ആ മദർഷിപ്പുകളിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടെയ്നേഴ്സ് പോലും ശേഖരിക്കാനും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും തൂത്തുക്കുടി പോലെയുള്ളിടത്താണ് സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോലും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ പോലും ഒരു തൊഴിൽ സാധ്യത ഇവിടെ നിന്ന്
നിഷ്കാസിതരായ ഫിഷർ ഫോക്കിനുണ്ടാകില്ല. അപ്പോൾ അവിടെ ഏത് കമ്മ്യൂണിറ്റി എന്നല്ല, എല്ലാ തരം കമ്മ്യൂണിറ്റിക്കാരും, അതായത് മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മറ്റ് മതത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഈ ഫിഷർ ഫോക്കിൻ്റെ കൂട്ടത്തിൽ നിഷ്കാസിതരായവർ. അപ്പം അവർക്ക് വേണ്ടി ഒരു ശക്തമായ ഒരു വകുപ്പ് തന്നെ വേണ്ടതായിരുന്നു. ആ വകുപ്പുണ്ട്, ഫിഷറീസ് വകുപ്പുണ്ട്. പക്ഷേ അത് ലിങ്ക് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് ഈ പറയപ്പെട്ട ദുരിതത്തിലായിരിക്കുന്ന ഫിഷർ ഫോക്കിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയില്ല എന്നാണ് ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമെന്ന്. കാരണം ഈ മന്ത്രിമാരെ തീരുമാനിച്ചതും ഒക്കെ അദ്ദേഹം വളരെ ആഗ്രഹത്തോടെ ഇരുന്ന, അദ്ദേഹം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്ന, ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന പലരെക്കാളും മിടുക്കരും സത്യസന്ധരുമായ ആൾക്കാർ പുറത്തുണ്ടായിരുന്നു. ശ്രീ വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ. പക്ഷെ അങ്ങനെയുള്ള പലരെയും അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. പലതരത്തിലുള്ള ഉപാധികൾ അംഗീകരിക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം സത്യത്തിൽ ആ ഉപാധികൾക്ക് ഈൽഡ് ചെയ്തു പോയതുകൊണ്ടാണ് മന്ത്രിസഭയിൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു പോയത്, സാന്നിധ്യമില്ലാതെ പോയത്. അതറിയാവുന്ന അദ്ദേഹത്തിന് ഇത്തരം പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് അർഹിക്കുന്ന പ്രയോറിറ്റി ആ പ്രശ്നങ്ങൾക്ക് കൊടുത്ത് തന്നെ മുന്നേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.